ഭയങ്കരമായ വെല്ലുവിളി നടക്കുകയാണ്. ഫെലിസ്ത്യന്മാർ അതിശക്തമായ നിലയിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയത്ത് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു, ഡിക്ലെയർ ചെയ്തു. 13-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. എന്തിനു വേണ്ടിയാണ് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടിയത്? മിസ്പയ്ക്കും ഷേനും മധ്യയിൽ കല്ലെടുത്ത് വെച്ചു, ഒരു ഓൾട്ടർ കൊണ്ടുവന്നു. എന്നിട്ട് അതിനെ എബനേസർ എന്ന് പേർ വിളിച്ചു. ഈ ഒരൊറ്റ ഡിക്ലറേഷൻ കഴിഞ്ഞതും ഒന്നും ചെയ്തില്ല, ഫെലിസ്ത്യന്മാരെല്ലാം ഒതുങ്ങി. അവർക്ക് ഇസ്രായേൽ ദേശത്തോട്ട് കേറാൻ പറ്റാതെ വണ്ണം ഈ കല്ലൊരു അതിരായി മാറി. പ്രാർത്ഥന നടക്കുന്നത് ഇപ്പൊ ആളുകൾ നിൽക്കുന്നത് മിസ്പയിലാണ്. ഷേൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്, ബാറ്റിൽസ്. കാരണം ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടൂത്ത്, പല്ലെന്നാണ്. അകത്ത് കയറുന്നവനെല്ലാം പൊട്ടിച്ചു കളയും. മിസ്പയിൽ ഇവർ പ്രാർത്ഥനയിൽ നിൽക്കുന്നു. ശത്രു വരുന്നത് ഷെയ്ൻ ഭാഗത്തു നിന്നാണ്. അതിന്റെ നടുക്ക് ക്രോസ് ചെയ്തുകൊണ്ട് നടുക്ക് ഒരു കല്ല് നാട്ടിയിട്ട് ആ ഓൾട്ടറിനകത്ത് നോക്കി ഒരു ഡിക്ലറേഷൻ ഇട്ടിട്ട് ഇവര് ഷേനിലും പോകുന്നില്ല, ഇവരെങ്ങും പോകുന്നില്ല, ഇവർ മിസ്പയിൽ പ്രാർത്ഥനയിൽ തുടരുകയാണ്. ശത്രുവിന് അടുക്കാൻ കഴിയുന്നില്ല. നിനക്ക് വിരോധമായി വന്നതെല്ലാം ഒതുങ്ങുകയാണ്. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്ത് വെച്ചു. ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, എന്നെ സഹായിക്കുന്ന പാറ. യഹോവ എബനേസറായി നിന്റെ സഹായമായി ഇതിനകത്ത് വെളിപ്പെടട്ടെ.